സജീവൻ, നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ കഥ. ആ മുസ്ലിം ലീഗ് ഇന്ന് നേരിടുന്നത് ഇങ്ങനെ ഒരു സ്ഥിതിയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ എന്ത് കമൻറ്റ് ചെയ്യും? ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷി നേരിടാം, അതിൻ്റെ നേതാക്കൾ നേരിടാം. അതിനോട് പ്രതികരിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ലീഗിൻ്റെ പ്രതികരണങ്ങൾ വരുന്നില്ല എന്ന നിരീക്ഷണമാണ് മാധ്യമപ്രവർത്തകരായ ആളുകൾക്കൊക്കെ ഇപ്പോൾ തോന്നാനിട. താങ്കളും അത് പങ്കിടുന്നുണ്ടോ? ലീഗ് എന്താണ് നേരിടുന്നത്? അതിൻ്റെ ആഘാതം എന്താണ്? അതിൻ്റെ അഭൂതപൂർവമായ അതിൻ്റെ ഒരു നിലവയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ലീഗ് എന്ത് ചെയ്യണം? NPC ഇന്നത്തെ ചർച്ച തന്നെ നോക്കിയാൽ അറിയാം. താങ്കൾ തന്നെ പറഞ്ഞു ലീഗിന്റെ പ്രതിനിധികളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന്. ജലീൽ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ഇവിടെ ഈ ചർച്ചയിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗിന്റെ നേതാക്കന്മാർ, ലീഗിന്റെ പ്രതിനിധികൾ വന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജലീൽ പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട. അതൊക്കെ തെറ്റാണ് എങ്കിൽ അത് സ്ഥാപിക്കാനുള്ള അവരുടെ അവസരമാണ് അവർ വേണ്ട എന്ന് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ ചെയ്യില്ല. കാരണം നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന, നമുക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം തെറ്റാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അക്കപ്പെട്ടുകൊണ്ട് തന്നെ പറയും. ഇവിടെ ആരും വന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ പറഞ്ഞ ഓരോ ആരോപണത്തിനും മറുപടി പറയേണ്ടവർ അതിന് മറുപടി പറയുന്നില്ല എങ്കിൽ അവർക്ക് ഒന്നുകിൽ മറുപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് പറയുമ്പോൾ ഇപ്പൊ PK ഫിറോസിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു, 5.5 കോടി 5.5 ലക്ഷം ശമ്പളം കിട്ടുന്ന രൂപത്തിൽ ജോലി ചെയ്യുന്നു, ഇവിടെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന നിയമപ്രശ്നമുണ്ട്. അത് തെറ്റാണ്, അവിടെ ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഇത് തെറ്റായ ആരോപണമാണ് എന്നെങ്കിലും ഒന്നുകിൽ ഫിറോസിന് പറയാം, അല്ലെങ്കിൽ ഫിറോസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ലീഗ് പ്രതിനിധിക്ക് പറയാം. അത് അവർ പറയുന്നില്ല എങ്കിൽ അവർക്ക് അതിൽ ഉത്തരമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ലീഗ് നേതാക്കന്മാർക്കെതിരെ, സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങൾ വരുമ്പോൾ അവരതിനെ നഖശിഖാന്തം എതിർക്കും. ഒരുപക്ഷെ അവർക്ക് യുക്തിയില്ലാത്ത എതിർപ്പായിരിക്കാം, എന്നാലും എതിർക്കാൻ അവർ വരും. കാരണം തങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണത്തിൽ തങ്ങൾ മറുപടി പറഞ്ഞില്ല എങ്കിൽ ജനം ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കും എന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോ ആ പേടി ഇല്ലായ്മയല്ല, മറുപടി പറഞ്ഞാൽ കൂടുതൽ കുടുങ്ങുമെന്നുള്ള ഒരു തോന്നലാണ് ഈ വരാതിരിക്കുന്നതിന് കാരണമെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, ഇപ്പൊ ജലീൽ ഇവിടെ പറഞ്ഞല്ലോ, ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് തെളിവെന്താണ്? നിങ്ങൾ 2021 മത്സരിക്കുന്ന സമയത്ത് കൊടുത്തിരുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലത്തിൽ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ എത്രയാണ് നിങ്ങളുടെ വരുമാനം? നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടാനുള്ള സ്രോതസ് എന്താണ്? തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയണം. ഇത് ഫിറോസിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച പോലെ ഈ കാസർഗോഡ് സ്വർണ്ണ ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളൊക്കെ മറുപടി പറയേണ്ട ബാധ്യത ഇവ വേറെ ആർക്കില്ലെങ്കിലും ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടല്ലോ. ഇത്തരത്തിൽ ഉള്ള ഓരോ ആരോപണം വരുമ്പോൾ അത് ലീഗിനെയാണല്ലോ ബാധിക്കുക. യൂത്ത് ലീഗിന്റെ നേതാവായാലും ലീഗിന്റെ പ്രാദേശിക നേതാവായാലും ആരായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നടപടി എടുക്കണം. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ജലീലിലൂടെ പറഞ്ഞുള്ളത്. എന്ത് കാസർകോട്ടെ ഈ ജ്വല്ലറി തട്ടിപ്പിന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ജയിൽ കഴിയുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അവർക്ക് ശക്തമായ നടപടിയിലേക്ക് വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വരുന്നില്ല എങ്കിൽ അവർക്കതിന് മറുപടി ഇല്ലാതെ ജനം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. രാഷ്ട്രീയത്തിലെ വലിയ പ്രശ്നം ജലീൽ പറഞ്ഞ പോലെ ഒരു കാര്യം, CHന്റെ നമുക്കറിയാം, അദ്ദേഹം വേണമെങ്കിൽ ലീഗിൽ ഒരു കാലത്ത് അക്കാലത്തെ കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ആ ഒരു അധികാരമോ അല്ലെങ്കിൽ അതിനുള്ള അവസരമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരം ഉപയോഗിച്ചില്ല. മാത്രമല്ല ഒരിക്കൽ പോലും അത്തരത്തിൽ കറപുരളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ല. അത് CHന്റെ ഒക്കെ ഒരു മഹത്വമാണ്. അപ്പൊ ആ മഹത്വമുള്ള നേതാക്കന്മാർക്ക് പിന്നാലെയാണ് ഇപ്പോഴിതുണ്ടാവുന്നത്. വളരെ കൃത്യമായിട്ടൊരു കാര്യം ജലീൽ പറഞ്ഞ് അവസാനിപ്പിച്ച് എനിക്ക് തോന്നുന്നു. കാരണം ജലീൽ പറഞ്ഞല്ലോ, ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും കാശ് സമ്പാദിക്കുന്നത് തിരിച്ചു ചോദിക്കാൻ ഫിറോസിനെ പോലുള്ള ആൾക്ക് കഴിയും എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഭയമാണ്
ഈ ഒരു ചോദ്യവും ചോദിക്കാതിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി, അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ തീവ്രമായിട്ടുള്ള നിലപാടെടുക്കാത്ത മുസ്ലിം പാർട്ടി, ഒരു സമുദായ പാർട്ടി എന്നുള്ള നിലയ്ക്കാൻ നിൽക്കുന്നത്, അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിൽ പല തീവ്ര രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പച്ച പിടിക്കാതെ പോയത് ലീഗിന്റെ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയല്ല വേണ്ടത്, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ നടപടിയിലേക്ക്, അല്ലെങ്കിൽ അവർ നിരപരാധികളാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഫിറോസ് കുറ്റക്കാരനാണെന്നോ അദ്ദേഹം വലിയ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നോ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതല്ലാതിരിക്കുന്ന മൗനം എന്ന് പറയുന്നത് വിദ്വാന ഭൂഷണം മാത്രമല്ല, അത് പലപ്പോഴും വിഡ്ഢികൾക്കോ അല്ലെങ്കിൽ ഈ പരാജിതർക്കോ ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. സജീവൻ വരാം.